എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴ്സ് വീഡിയോയുടെ 12 വീഡിയോസ് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിട്ട് ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോസ് കാണാൻ ശ്രമിക്കുക. കുറച്ച് മുടിയൊക്കെ വളർന്നായിരുന്നു, ഞാൻ വെട്ടിയില്ല, കുറച്ച് വളർത്തിയാലോ എന്ന് വിചാരിച്ചിരിക്കുവാണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. ഞാൻ കുറേ നാളായി മുടി വളർത്തിയിട്ട്, അപ്പോൾ ഇപ്പോൾ ഒന്ന് മുടി വളർത്താമെന്ന് വിചാരിച്ചു. സോ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സിലെ 13ാമത്തെ വീഡിയോ. സോ 13ാമത്തെ വീഡിയോ എന്തിനെക്കുറിച്ച് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ടോപ്പിക്ക് കിട്ടിയത്. കാരണം നമ്മൾ ഇനി ഒരു വീഡിയോ, അതായത് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഡൈവേർട്ടായിട്ട് പോവുകയാണ്. കാരണം ക്രിപ്റ്റോ ആണ്. സോ നമ്മുടെ നോർമൽ സ്റ്റോക്കോ ഫോറക്സോ ഒന്നും അല്ല ഒറ്റ ആപ്പിൽ കംപ്ലീറ്റ് ട്രേഡിങ്ങും പറഞ്ഞ് തീർത്ത് പോവാൻ. സോ ക്രിപ്റ്റോ ആകുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം, ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമ്മൾ പരിചയപ്പെടണം, ഒരുപാട് നെറ്റ്വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ പഠിക്കണം. ഇത്രയും നാൾ നമ്മൾ അണ്ടർഗോ ചെയ്ത തിയറീസ് എല്ലാം നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ അത് എല്ലാം വളരെ ഷോർട്ടായിട്ട്, വളരെ ലളിതമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഫാമിലി 10K റീച്ച് ചെയ്യാൻ കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി 10K റീച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച്. അതായത് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ പറയുന്ന സെക്കിൻ്റെയും സെബിയുടെയും ഒന്നിൻ്റെ അണ്ടറിലല്ല, ഒരു ഗവൺമെൻറ് ബോഡിയുടെ അണ്ടറിലല്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു കോയിൻ ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും ഒരു എക്സ്ചേഞ്ച് ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും അത് റഗ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എക്സ്ചേഞ്ച് പൂട്ടിക്കൊണ്ട് പോവാം. സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നതാണ്. നാളെ ഒരു എക്സ്ചേഞ്ച് പൂട്ടിയോ, ആ ഇവിടെ ഇത്രയേ ഉള്ളൂ. ആ എക്സ്ചേഞ്ച് ഹാക്കായോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ ആരുടെ ഫണ്ട് പോയി, നമ്മുടെ ഫണ്ട് പോയി. അതാര് ചോദിക്കും? ആരോടും ചോദിക്കാനും പറയാനും ഇല്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പോയാൽ ഗവൺമെൻറ് പറയും നിങ്ങൾ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ നിന്നിട്ടല്ലേ ഫണ്ട് പോയത്, നമ്മൾ ആദ്യമേ പറഞ്ഞു ക്രിപ്റ്റോ റിസ്ക് ആണ്, ക്രിപ്റ്റോ സൂക്ഷിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഭാഗത്തുനിന്ന് വരും. പിന്നെ വല്ല സ്കാമേഴ്സിൻ്റെ കൈ കൊണ്ട് കൊടുത്താൽ അതിനും നമുക്ക് പണിയുണ്ട്. സോ നമ്മൾ ക്രിപ്റ്റോയുടെ എക്സ്ചേഞ്ചസ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. സോ ഈ ഗ്ലോബൽ എക്സ്ചേഞ്ചസ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെട്ടി തുറന്ന് ഞാൻ പറയുവാണ്, ഒരു എക്സ്ചേഞ്ചും ഉപയോഗിക്കാൻ പാടില്ല. ഈ ക്രിപ്റ്റോയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ചേഞ്ചും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. 2 ചോയ്സസ്. ഒന്ന്, പുറലോകം അറിയാതിരിക്കുന്ന, അതായത് പുറലോകം അറിയാതിരിക്കുന്ന എന്ന് ഞാൻ പറയാൻ കാരണം അധികം കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാത്ത, അധികം പബ്ലിക്കലി ഓപ്പൺ ആക്കാൻ പറ്റാത്ത ഒരു വാലറ്റിൽ വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം ഹാക്കേഴ്സ് ഒരുപാടുണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെയിൻ വാലറ്റാണ് നിങ്ങൾ ടാസ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ എപ്പോൾ വേണോ അടിച്ചുകൊണ്ട് പോകാം. അതാണ് കാര്യം. എപ്പോൾ വേണോ ഫണ്ട് അടിച്ചുകൊണ്ട് പോകാം. ഇത് നിങ്ങൾ വാലറ്റിലേക്ക് സൂക്ഷിക്കണം. എക്സ്ചേഞ്ചിൽ ഒരിക്കലും ഫണ്ട് ഇടരുത്. ഏത് എക്സ്ചേഞ്ച് വേണോ പൂട്ടിപ്പോവാം, വിത്തൗട്ട് എനി നോട്ടീസ്. എൻ്റെ കഴിഞ്ഞ 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണ്. ഒരൊറ്റ നോട്ടീസോ ഒരു മുന്നറിയിപ്പോ ഒന്നുമില്ലാതെ ഏത് ടൈം വേണമെങ്കിലും എക്സ്ചേഞ്ച് പൂട്ടിപ്പോവാം. നെഗറ്റീവ് അടിക്കുന്നതല്ല, സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന് എന്താണ് പോകാൻ വഴി? ഒന്ന്, ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. നമുക്ക് ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഡീസെൻട്രലൈസ്ഡിനെ കുറിച്ച് നമ്മളിനി നെക്സ്റ്റ് വീഡിയോസിലാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സെക്കൻഡ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു ഡിവൈസ് മേടിക്കുക. ഇതെന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ വാലറ്റാണ്, ഒരു ഫിസിക്കൽ ഡിവൈസാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന സേഫ് പാലിൻ്റെ ഒരു ഹാർഡ്വെയർ വാലറ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം, വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു യുണീക്ക് ടെക്നോളജിയാണ് ഈ ഹാർഡ്വെയർ വാലറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഫണ്ട് 100% സേഫ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മുടെ ബാക്കി എക്സ്ചേഞ്ചുകളും വാലറ്റിനേക്കാളും ബെറ്ററാണ്. ഇതിനകത്ത് ഒരുപാട് റിസ്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇതിനകത്ത് എന്ത് റിസ്ക് ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ കോയിൻ നാളെ വെർഷൻ 2 ആക്കുന്നു, നമ്മളിത് അറിയുന്നില്ല. വെർഷൻ 1 നാളെ മുതൽ അസാധുവാണ്, അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന ഡിസംബർ 30-ാം തീയതിക്കകത്ത് നിങ്ങൾ വെർഷൻ 2 ആയിട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഫണ്ട് മൊത്തം പോവും എന്നൊരു നോട്ടീസ് ആ ഒരു പ്രോജക്റ്റ് അറിയിക്കുന്നുണ്ട്. നമ്മളിത് കാണുന്നില്ല. നമ്മൾ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ഓർ മാർച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നമ്മുടെ വാലറ്റ് എടുത്ത് നോക്കുമ്പോൾ ആ കോയിൻ അസാധുവായിരിക്കും. കാരണം പിന്നെ നമുക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരിടത്തും പോയിട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഫണ്ട് മൊത്തം പോകും. സോ ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വ്യക്തമായിട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള മെയിൻ സ്ട്രീം പ്രോജക്റ്റുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാർക്കറ്റിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാവാൻ ശ്രമിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞ് ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് ആ പ്രോജക്റ്റിനെ ഫോളോ എങ്കിലും ചെയ്യണം. അറ്റ്ലീസ്റ്റ് എല്ലാവരും ട്വിറ്ററിൽ അക്കൗണ്ട് ഉണ്ടാക്കണം. ഈ പ്രോജക്റ്റുകൾക്കെല്ലാം ട്വിറ്ററാണ് അവരുടെ മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ മെയിൻ അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ട്വിറ്ററിലൂടെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ടെലിഗ്രാമും ബാക്കി പല സോഷ്യൽ മീഡിയാസും. സോ ട്വിറ്ററിൽ മസ്റ്റായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രോജക്റ്റിനെ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതൊന്നും ചെയ്യാതെ ഒരു വർഷം കഴിഞ്ഞിട്ട് ബ്രോ ഞാൻ അന്ന് ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, ബ്രോ പറഞ്ഞിട്ടാണ് ചെയ്തത്, ഇന്ന് ആ പ്രോജക്റ്റ് എവിടെയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാം? കാരണം ഒരു വർഷം മുന്നേ ചെയ്ത പ്രോജക്റ്റ് ഞാൻ ചിലപ്പോൾ ആ 2 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്ഗ്രേഡ് വന്നപ്പോൾ ഗ്രൂപ്പിലെല്ലാം പറയും, അയ്യോ ഇതിൻ്റെ അപ്ഗ്രേഡ് വരുന്നുണ്ട്, പെട്ടെന്ന് പോയിട്ട് മാറ്റണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന്. ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പണം, നിങ്ങളുടെ റിസ്ക്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം ഞാൻ കൊടുത്തേക്കാം. കമ്പാരിറ്റീവ്ലി മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് ബെറ്ററാണ്. ഇനി നിങ്ങൾക്ക് ട്രേഡിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, നിങ്ങൾക്ക് ട്രേഡിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ചേഞ്ചിലേക്ക് പോകാം. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഷോർട്ട് പീരീഡിൽ ചെയ്യുന്ന കാര്യമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 5 വർഷം 10 വർഷമൊക്കെ ആയിരിക്കും. ഈ പറയുന്ന ബൈനാൻസ് പോലും കറക്റ്റ് മാർക്കറ്റിൽ ഇത്രയും നിന്നിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലും ബൈനാൻസ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? റീസെൻ്റ്ലി ബൈനാൻസിൻ്റെ സിഇഒ പിടിച്ച് ജയിലിലിട്ടു 4 മാസം. പുള്ളിക്ക് ഫണ്ട് ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് പുറത്ത് വന്നു. പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ നാളെ ബൈനാൻസ് ടാറ്റയും പറഞ്ഞു പോകില്ലെന്ന്? ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഉറപ്പും ആരും ക്രിപ്റ്റോയുടെ ഫീൽഡിൽ തരുത്തുമില്ല. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കാനും പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് ബൈനാൻസ്, ബൈബിറ്റ്, കോയിൻ ബേസ്, ഓക്കെ എക്സ്, ബിറ്റ്ഗെറ്റ്, ക്രാക്കിൻ, കൂക്കോയിൻ, HTX, MEXC, ബിറ്റ്വിനെക്സ്, ഗേറ്റയോ, ക്രിപ്റ്റോ.com, ബിറ്റ്മാർട്ട്, എൽ ബാങ്ക്, XT.com, ഇങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ട്. ഇതിൽ ഏതിലൊക്കെ എനിക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബൈനാൻസിൽ അക്കൗണ്ട് ഉണ്ട്, ബൈബിറ്റ് ഉണ്ട്, കോയിൻ ബേസ് ഇന്ത്യയിലില്ല, അതുകൊണ്ടില്ല. ഓക്കെ എക്സിൽ ഉണ്ടായിരുന്നു, ഓക്കെ എക്സ് ഇന്ത്യ ഡാറ്റ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞേ ഒരു സുപ്രഭാതം ഇന്ത്യ വിട്ട് ഡാറ്റ പറഞ്ഞവരൊക്കെ പോവും. സോ ഇന്ത്യയിൽ നിന്ന് ഓക്കെ എക്സ് ഡാറ്റ പറഞ്ഞു പോയി, അതുകൊണ്ട് ഓക്കെ എക്സിലില്ല. ബിറ്റ്ഗെറ്റിൽ എനിക്കുണ്ട്, ക്രാക്കിനിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, കൂക്കോയിനിലുണ്ട്, HTX ഉണ്ട്, MEXC ഉണ്ട്, ഗേറ്റയോയിൽ അക്കൗണ്ട് ഉണ്ട്, ബിറ്റ്വിനെക്സിലുണ്ട്, ക്രിപ്റ്റോ.com എന്നെ അപ്രൂവ് ചെയ്തില്ല, ബിറ്റ്മാർട്ടിലുണ്ട്, എൽ ബാങ്കിലുണ്ട്, പിന്നെയും പല എക്സ്ചേഞ്ചസ് ഉണ്ട്. P2B, B2B, P2Bയിലുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല എക്സ്ചേഞ്ചസിലുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, എന്തിന് ഞാൻ ഇത്രയും എക്സ്ചേഞ്ചസിലെല്ലാം അക്കൗണ്ട് തുടങ്ങിയെന്ന്. ഇവിടെ ക്രിപ്റ്റോയിലൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ട്രേഡിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ, നമ്മളിപ്പോൾ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ മെയിൻലി 2 രീതിയിലുള്ള ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് പക്ക ചാർട്ട് നോക്കി ചാർട്ട് അനാലിസിസ് വെച്ചിട്ട് ചെയ്യുന്ന ട്രേഡിംഗ്. 2 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റീസെൻ്റ് മാർക്കറ്റിൽ വരുന്ന ന്യൂസ്, പുതുതായിട്ട് വരുന്ന ടോക്കൺസ്, അതായത് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ടോക്കൺസ്, ഇതിലെല്ലാമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് പല ബ്രോക്കറിൻ്റെ കയ്യിലെത്തും. പക്ഷേ ഇവിടെ ക്രിപ്റ്റോ അങ്ങനെയല്ല. ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് എക്സ്ചേഞ്ചിൽ തുടങ്ങി അവിടുന്ന് പതുക്കെ പതുക്കെ ആ ഒരു പ്രോജക്റ്റ് പോപ്പുലാരിറ്റി വന്ന് പല പല പുതിയ പുതിയ എക്സ്ചേഞ്ചിൽ വന്ന് 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 അറ്റ് ലാസ്റ്റ് മേ ബി ബൈനാൻസ് വരും. അപ്പോൾ നമ്മൾ തുടക്കം വരുന്ന എക്സ്ചേഞ്ചിൽ വാങ്ങിയിട്ടാൽ 0.01 വാങ്ങിയിട്ട കോയിൻ ആയിരിക്കും ബൈനാൻസിൽ എത്തുമ്പോൾ ചിലപ്പോൾ $1 ആവുന്നത്. അപ്പോൾ നമുക്കല്ലേ പ്രോഫിറ്റ്? അതുകൊണ്ട് മാത്രമാണ് ഇത്രയും എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യുന്നത്. പിന്നെ വലിയ വലിയ എക്സ്ചേഞ്ചിൽ ഇത്രമാത്രം ട്രേഡിംഗ് വോളിയം ഇല്ലാന്നുണ്ടെങ്കിൽ അവരിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ പല പ്രോജക്റ്റും എടുത്ത് ഡീലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഡീലിസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് അതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ ട്രേഡിംഗ് വോളിയമുള്ള മറ്റ് എക്സ്ചേഞ്ചസിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഇത്രയും എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ എക്സ്ചേഞ്ചസ് ഏതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ജിയോടെക്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട്
യൂസ് ചെയ്യുന്നത് മുദ്രക്സ്. അത് ജസ്റ്റ് ഈ 2 ഇന്ത്യൻ എക്സ്ചേഞ്ചിലും എനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റോ സേവിങ്സോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ പർപ്പസ് ഒൺലി. അത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ INR ഡെപ്പോസിറ്റ് ചെയ്ത് സേഫായിട്ട് അവിടെ എത്തിച്ചിട്ട് അവിടെ നിന്ന് ട്രോൺ വാങ്ങിച്ചിട്ട് നേരെ ബൈനാൻസിലോട്ട് കൊണ്ടുവരിക. ഇത്ര മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചസും ഞാൻ യൂസ് ചെയ്യത്തില്ല. അതായത് പ്രത്യേകിച്ച് ഗ്ലോബൽ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ എക്സ്ചേഞ്ച് ഒരിക്കലും സേഫ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ വസീറക്സ് കണ്ടില്ലേ, ഒരു സുപ്രഭാതം ഒന്ന് പറയുവാണ് 2000 കോടി അവരിൽ നിന്ന് ഹാക്കായി പോയി, നിങ്ങളുടെ ഫണ്ടെല്ലാം പോയി കിട്ടി, ഇപ്പോഴും പാവ ആൾക്കാർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്. സോ ഇതേ അവസ്ഥയായിരിക്കും ഏതൊരു എക്സ്ചേഞ്ചും. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ കാണുന്ന പ്രോഫിറ്റ് അല്ല ഇവർ കാണുന്നത്. സോ അവർക്ക് അറ്റ് എ ടൈം ഒരു എമൗണ്ട് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഷട്ടർ ഇടണമെന്ന് തോന്നിയാൽ അവർ ഷട്ടർ ഇട്ടിട്ട് എണീറ്റ് പോകും. കാരണം ഇവിടെ റൂൾസും റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പറയുവാണ്. ഇനിയിപ്പോൾ ബുൾ മാർക്കറ്റ് വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഫേസ് ചെയ്യും. ഇതേപോലെ പല എക്സ്ചേഞ്ചിലും മറ്റേ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് പോകുന്നു, പല എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ മാർക്കറ്റിൽ. ഇതൊന്നും ഞാൻ പറഞ്ഞ് നെഗറ്റീവ് അടിപ്പിക്കുന്നതല്ല. ആദ്യമേ നിങ്ങൾക്ക് ഈ വരുന്ന നെഗറ്റീവ് എല്ലാം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കാണും. കുറേ ആൾക്കാരെ പോലെ വന്നിരുന്ന് പോസിറ്റീവ് അങ്ങ് തള്ളാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പോസിറ്റീവ് പറയേണ്ട ടൈമാണല്ലോ ഇത്. ബിറ്റ്കോയിൻ $1,00,000 അടിച്ചു. പക്ഷേ ഈ $1,00,000 അടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ കയറി ചെന്നിട്ട് ഒരു എക്സ്ചേഞ്ചിൽ ഒരു $1,00,000 കൊണ്ടിട്ടിട്ട് നാളെ ആ എക്സ്ചേഞ്ച് ടാറ്റ പറഞ്ഞു പോയാൽ എല്ലാ ആൾക്കാരും പറയുന്നത് ബിറ്റ്കോയിനായിരിക്കും കുറ്റം പറയുന്നത്. എൻ്റെലും ഉണ്ടായിരുന്നു ബിറ്റ്കോയിൻ, ഞാൻ അവിടെ വാങ്ങിയിട്ടു. പക്ഷേ കുറ്റം ബിറ്റ്കോയിനും അടിച്ചുകൊണ്ട് പോയത് എക്സ്ചേഞ്ചും ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അവയർനെസ് തന്നേ ഉള്ളൂ. മാക്സിമം അല്ലെങ്കിൽ മെജോറിറ്റി വോളിയമുള്ള എക്സ്ചേഞ്ചുകൾ തിരഞ്ഞെടുക്കുക ട്രേഡിങ്ങിനായിട്ട്. ഇപ്പോൾ ബൈനാൻസ്, ബൈബിറ്റ്, OKX ഇല്ല. സോ ബിറ്റ്ഗെറ്റ് ഇതൊക്കെ ഓക്കെ. ഇപ്പോൾ വരെ, അതായത് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന വരെ മാത്രമേ എനിക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റൂ. നാളെ എന്താവുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നാളെ എന്ത് ന്യൂസ് വരുമെന്നോ നാളെ ഈ എക്സ്ചേഞ്ച് ഡാറ്റ പറയുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ഒരു എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് ഇടണോ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ബൈനാൻസിൻ്റെ ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള പോലെയൊക്കെ തന്നെയാണ് ഈ പറയുന്ന മറ്റ് എക്സ്ചേഞ്ചസിലും ഉള്ളത്. ഇപ്പോൾ ഞാൻ ബൈബിറ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. സോ ബൈനാൻസ് എന്ന് പറയുന്ന ആ ഒരു എക്സ്ചേഞ്ചിലുള്ള പോലെ തന്നെയാണ് ഇവിടെ ബൈബിറ്റിലും വരുന്നത്. സോ ഇവിടെ ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഫണ്ടിങ് അക്കൗണ്ട് വരുന്നുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നുണ്ട്, ഫ്യൂച്ചേഴ്സ് വരുന്നുണ്ട്, സ്പോട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ബൈനാൻസ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ലോഞ്ച് പൂള്, ലോഞ്ച് പാഡ്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ബിറ്റ്ഗെറ്റിലോട്ട് പോകാം. സോ ബിറ്റ്ഗെറ്റിൽ ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് ഇവർ തനിയെ തന്നെ ലോഗൗട്ട് ചെയ്യും. സോ അതുകൊണ്ട് ഞാനത് ലോഗിൻ ഇപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബൈനാൻസ് പോലെയൊക്കെ തന്നെയാണ് ഇവിടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സെയിം അതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാം വരുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. അതായത് ടോക്കൺസ് വരുന്നത്, പുതിയ കോയിൻസ് വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് കുറച്ച് പുതിയ ലോഞ്ച് പൂള്, ലോഞ്ച് പാഡ്, പിന്നെ ഇവിടെ മാത്രം ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് എക്സ്ക്ലൂസീവ് കോയിൻസും ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഗേറ്റ്.io നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഗേറ്റ്.ioയെ റീസെൻ്റ് ആയിട്ട് ഗേറ്റ്.ioയുടെ വെബ്സൈറ്റിൽ കയറുന്നത് നമുക്ക് വിലക്കിയിട്ടുണ്ടെന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. വിലക്കിയിട്ടുണ്ട് മീൻസ് ആ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ലെവലിലേക്ക് വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെബ്സൈറ്റ് മാറ്റാൻ പറ്റും, പക്ഷേ ആപ്ലിക്കേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അബദ്ധവശാൽ നമ്മുടെ ഫണ്ട് ആ ഒരു എക്സ്ചേഞ്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലോട്ട് നിങ്ങളുടെ മെയിലും പാസ്വേഡും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് ഫണ്ട് വിഡ്രോ അടിച്ചാൽ മതി. സോ ബൈനാൻസ് നമ്മൾ കണ്ട പോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ബാക്കി എക്സ്ചേഞ്ചുകൾ എല്ലാം വരുന്നത്. സോ ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് MEXCയിലൊക്കെ തന്നെയാണ്. MEXC ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. MEXC ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതോ പ്രൊമോഷനോ ഒന്നുമല്ല. ബൈനാൻസിലൊക്കെ വരുന്നുണ്ട് തുടക്കം. പണ്ട് ഹോട്ട് ബീറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അത് മാർക്കറ്റിൽ നിന്ന് പോയി. അവരെല്ലാം ഡാറ്റ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് MEXC ആണ് ഈ തുടക്കത്തിൽ വരുന്ന പല പ്രോജക്റ്റുകളും ഒരുപാട് പ്രോജക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് MEXC ആണെങ്കിൽ MEXCയിൽ അക്കൗണ്ട് ഉണ്ടാക്കാം. പിന്നെ പല എക്സ്ചേഞ്ചുകളും KYC നിർബന്ധമാക്കിയിട്ടുണ്ട്. സോ KYC നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ പല എക്സ്ചേഞ്ചിലും ജോയിൻ ചെയ്യാനായിട്ട്. നോ യുവർ കസ്റ്റമർ. അപ്പോൾ KYC ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് വരാൻ. പിന്നെ ടാക്സ്, ഗ്ലോബൽ എക്സ്ചേഞ്ച് യൂസ് ചെയ്താൽ ടാക്സ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 1-2 എക്സ്ചേഞ്ചുകൾ മാത്രമേ
ഇന്ത്യയുടെ FIUൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബൈനാൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും KuCoin രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഇനി വരുന്ന ആളുകളല്ലേ വരത്തുള്ളൂ. പിന്നെ ബൈനോക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വഴിയൊക്കെയാണ് ടാക്സിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത്. അത് നമുക്ക് അടുത്ത ഏപ്രിലൊക്കെ ആകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വെറുതെ ഞാൻ ഇതും കൂടെ കയറ്റി കുളമാക്കുന്നില്ല, ടാക്സും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് മെജോറിറ്റി ഉള്ള എക്സ്ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ബൈനാൻസ് ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്ന എക്സ്ചേഞ്ചസ്. അത് കഴിഞ്ഞിട്ട് വരുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ MEXC നമുക്ക് നോക്കാം, ബൈബിറ്റ് നോക്കാം, ബിറ്റ്ഗെറ്റ് നോക്കാം, ഗേറ്റ്.io നോക്കാം, KuCoin നോക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ബാക്കി ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വാലറ്റിനെ കുറിച്ചും ഡീസെൻട്രലൈസ്ഡ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നല്ല ഡിഫൈൻ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി, കാരണം കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡൽസായി ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് കാണും വരെ സലാം.